സംസ്ഥാനത്തെ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലെ സുരക്ഷാ ക്രമീകരണങ്ങൾ അടിമുടി പരിഷ്കരിച്ചുകൊണ്ട് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ പുതിയ ഉത്തരവ് പുറപ്പെടുവിച്ചു. വോട്ടെണ്ണൽ പ്രക്രിയ പൂർണ്ണമായും അവസാനിക്കുന്നതുവരെ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലെ ഒരു മുറിയും തുറക്കാൻ പാടില്ലെന്നാണ് കർശന നിർദ്ദേശം. പേരാമ്പ്രയിലും നെന്മാറയിലും സ്ട്രോങ് റൂമുകളെ ചൊല്ലി വലിയ രാഷ്ട്രീയ വിവാദങ്ങൾ ഉയർന്ന സാഹചര്യത്തിലാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഈ അടിയന്തര ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലെ സുരക്ഷയിൽ യാതൊരു വിട്ടുവീഴ്ചയും പാടില്ലെന്നും സീൽ ചെയ്ത സ്ട്രോങ് റൂമുകൾക്ക് പുറമെ സീൽ ചെയ്യാത്ത അനുബന്ധ മുറികൾ പോലും വോട്ടെണ്ണൽ തീരുന്നതുവരെ തുറക്കരുതെന്നും കമ്മീഷൻ വ്യക്തമാക്കി. പാലക്കാട് വിക്ടോറിയ കോളേജിലെ മെറ്റീരിയൽ സ്ട്രോങ് റൂം തുറക്കാനുള്ള നീക്കം വലിയ പ്രതിഷേധങ്ങൾക്ക് വഴിവെച്ചിരുന്നു. ഫോം 17A എടുക്കുന്നതിനാണ് മുറി തുറന്നതെന്ന ജില്ലാ കളക്ടറുടെ വിശദീകരണം രാഷ്ട്രീയ പാർട്ടികൾ തള്ളുകയും ചെയ്തു. സമാനമായ രീതിയിൽ കോഴിക്കോട് JDT ഇസ്ലാം കൺവെൻഷൻ സെന്ററിലെ റിസർവ് വോട്ടിംഗ് മെഷീനുകൾ സൂക്ഷിച്ച മുറി തുറന്നതും UDFന്റെ ശക്തമായ പ്രതിഷേധത്തിന് കാരണമായി. ഈ സുരക്ഷാ വീഴ്ചകളിൽ ജില്ലാ കളക്ടർമാരോട് ചീഫ് ഇലക്ടറൽ ഓഫീസർ അടിയന്തരമായി വിശദീകരണ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ജൂൺ 4 നടക്കുന്ന വോട്ടെണ്ണൽ സുതാര്യമാക്കാൻ ഇനി മുതൽ അനിവാര്യമായ സാഹചര്യങ്ങളിൽ പോലും സ്ഥാനാർത്ഥികളുടെയോ അവരുടെ കൃത്യമായ അനുമതിയുള്ള ഏജന്റുമാരുടെയോ നേരിട്ടുള്ള സാന്നിധ്യത്തിൽ മാത്രമേ മെറ്റീരിയൽ മുറികൾ തുറക്കാൻ അനുവാദമുള്ളൂ. കേന്ദ്രസേനയുടെ 3 അടുക്ക് സുരക്ഷ ഉറപ്പാക്കുന്നതിലൂടെ രാഷ്ട്രീയ പാർട്ടികളുടെ ആത്മവിശ്വാസം വീണ്ടെടുക്കാനും തിരഞ്ഞെടുപ്പ് അട്ടിമറി ആരോപണങ്ങൾ പൂർണ്ണമായും ഇല്ലാതാക്കാനുമാണ് കമ്മീഷൻ ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലെ ഓരോ ചലനവും നിരീക്ഷിക്കാൻ CCTV സംവിധാനങ്ങൾ വിപുലപ്പെടുത്തുകയും കൺട്രോൾ റൂമുകൾ വഴി കർശന നിരീക്ഷണം ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് വീഴ്ചകൾ ഉണ്ടായാൽ കർശന നടപടി ഉണ്ടാകുമെന്നും കമ്മീഷൻ മുന്നറിയിപ്പ് നൽകി.